നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൃഷ്ണഭക്ത എന്ന് സ്വയം അവകാശപ്പെടുന്ന ജസ്ന സലീം എന്ന വ്യക്തിയെ പറ്റിയാണ്. ഇദ്ദേഹത്തെപ്പറ്റി ഒരുപാട് പേര് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ സമൂഹം ഒന്നടക്കം കുറേ കാലങ്ങളായിട്ട് അവരെ ചർച്ച ചെയ്യുന്ന ഒരു ആശയം തന്നെയാണ്. ഇന്ന് ഞാനിത് ഇവിടെ അവതരിപ്പിക്കേണ്ടി വന്നത്, കഴിഞ്ഞ ആഴ്ച ഇവർ വീണ്ടും കൃഷ്ണഭഗവാന്റെ ദേവാലയത്തിൻ്റെ മുമ്പിലെത്തി ചെറിയ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അത് വലിയ ചർച്ചാ വിഷയമായി. എന്നിട്ട് അവർ അതിനുവേണ്ടി ഒരു വീഡിയോയും ചെയ്തിരുന്നു. ഞാനിവിടെ തന്നെയുണ്ട്, ഞാൻ ഒളിവിൽ പോയിട്ടൊന്നുമില്ല, ഞാൻ എന്തിനു പോകണം എന്നൊക്കെ അവരുടെ സൈഡ് ന്യായീകരിച്ചുകൊണ്ട് അവർ വീഡിയോ ചെയ്തിരുന്നു. അന്നേരം ഞാൻ ഒരുപാട് ചിന്തിച്ചു. കാരണം ഹൈക്കോടതി വരെ ഇടപെട്ട ഒരു കേസാണ്. വീണ്ടും വീണ്ടും അവരിവിടെ വന്ന് ആവർത്തിക്കുന്നു. എന്താണ് ഇവരുടെ പിന്നിൽ ഒരു ശക്തി? ഇവരെ ആരാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഒന്നാം ഇവരുടെ ഹസ്ബൻഡ് ഇവിടെ സ്ഥലത്തില്ല, വിദേശത്താണെന്ന് പറയുന്നു. ഇവർ പൊളിറ്റിക്കൽ പരമായി വലിയ കഴിവുള്ള വ്യക്തിയൊന്നുമല്ല. ഒരു വാർഡ് കൗൺസിലറോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ബന്ധങ്ങളുള്ള കേസോ അല്ല, MLA ഫാമിലി മെമ്പേഴ്സോ അല്ലെ MP ഫാമിലി മെമ്പേഴ്സോ, അങ്ങനെ പൊളിറ്റിക്കലായിട്ട് വലിയ ബന്ധങ്ങളൊന്നും നമ്മൾ കാണുന്നുമില്ല. ഇവരെപ്പറ്റി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. എന്നിരിക്കെ ഇവർക്ക് എവിടെ നിന്നും ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ശക്തി കിട്ടുന്നു എന്ന് ഞാൻ ഒരുപാട് വല്ലാതെ തല പോഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഈ അടുത്ത ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില 1-2 വീഡിയോകൾ എനിക്ക് കാണാനിടയായി. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഏകദേശമൊക്കെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. ആ ആശയത്തെ, എനിക്ക് ലഭിച്ച അതിൽ നിന്നുള്ള ആശയത്തെ ഇവിടെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാം എന്നാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം മതത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, ആ മതത്തിൽപ്പെട്ടവർക്ക് മറ്റുള്ള മതമായിട്ട് കണക്റ്റിംഗ് വല്ലതും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിശ്വാസം തോന്നുന്നുണ്ടെങ്കിലോ പൊക്കോണം, അതിനവർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് മെഴുകരുത് എന്നതാണ് അവരുടെ ഒരു സബ്ജക്റ്റ്. ഒരിക്കലും അവർ അനുവദിക്കുകയില്ല. എന്നിരിക്കെ ഇവർ ഇത്രയും കാലം എങ്ങനെ ഇവർ ഇത് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഒരു ബിസിനസ്സല്ലേ, ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉള്ള ഒരു പ്രചോദനമാണ്. അവർ ജീവിച്ചു പൊക്കോട്ടെ, അവർക്കൊരു കിട്ടിയ ഒരു കഴിവല്ലേ എന്ന രീതിയിൽ മുസ്ലിം മതപണ്ഡിതന്മാർ ചിലപ്പം അതിനെതിരെ നടപടികളൊന്നും എടുക്കാൻ തയ്യാറാകാത്തതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ആദ്യമൊക്കെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അതൊന്നും അല്ല സംഭവമൊക്കെ നേരെ തിരിച്ച് തന്നെയാണ്. അതായത് ഇത്രയ്ക്കും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടും വീണ്ടും വീണ്ടും വന്ന് ആ ദേവാലയത്തിൻ്റെ പരിസരത്ത് വന്നേച്ച് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ മറ്റുള്ള യൂട്യൂബേഴ്സ്മാരെ പരിഹസിക്കുന്ന രീതിയിൽ, അതായത് അവർ അരി മേടിച്ച് പൊക്കോട്ടെ, കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ എന്നൊക്കെ പരിഹസിക്കുക, തറംതാന്ന ഭാഷകൾ ഉപയോഗിച്ച് പരിഹസിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൊക്കെ പിന്നിൽ ശക്തമായ ഏതോ ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തെറ്റല്ലെന്നാണ് കഴിഞ്ഞ ദിവസത്തെ 1-2 വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ മകൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ മറ്റോ കാണാൻ ചെന്നെന്നോ, ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഡോക്ടറിൻ്റെ ബോർഡ് ഇല്ലായിരുന്നെന്നോ, അദ്ദേഹമായിട്ട് ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നെന്നും അദ്ദേഹം വീഡിയോ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഭീഷണി മുഴക്കി എന്നൊക്കെ ഇവർ തന്നെ അത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു. അത് ഒപ്പം തന്നെ വേണ്ടി വന്നാൽ ഞാൻ മതം മാറും എന്നൊക്കെ കൂടി ഇവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ അതിലെത്രത്തോളം സംഭവ്യമാകും എന്നത് നമുക്ക് ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടി വരും. നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പോകേണ്ടി വരിക എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് അവർക്കൊരു കലക്ടർ ഓഫീസിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു മിനിസ്റ്റർ ഓഫീസിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള അതിനേക്കാൾ ഉന്നത പദവി വഹിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കാണാൻ പോലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായ ബുദ്ധിമുട്ടില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു മാനസിക അസ്വസ്ഥയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ ഇപ്പം വളരെ കുറഞ്ഞു. പണ്ട് കാലങ്ങളിലുള്ളവർക്ക് അത് കൂടുതലാണ്. പഴയ കാരണന്മാരൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്ക് വയസ്സ് 90 അല്ലെങ്കിൽ 80, ഞാൻ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല എന്നൊക്കെ വളരെ അപൂർവമായ വ്യക്തികൾ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കേസോ വഴക്കോ വയ്യാവലിയൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരിക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീ, ഒരു ഫൈനാൻഷ്യലി